Good morning. Today we are going to discuss well sinking in detail. The sinking of well foundation is carried out through following steps. First one, laying of curb. Second one, construction of well steening. Third one, sinking operation. And finally, the fourth step, steps after sinking process. So, first we can discuss laying of curb. In dry ground, excavate up to 50 cm in riverbed and place the cutting edge at the required position. If the curb is to be laid underwater and depth of water exceeds or greater than 5 meter, then prepare a coffer dam or sand island and then lay the curb. Coffer dam is a temporary construction in order to exclude the water. Water from coffer dam is pumped out. Dry ground ആണെങ്കിൽ റിവർ ബെഡിലെ ഏകദേശം 15 സെന്റിമീറ്റർ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുക, എന്നിട്ട് കർബ് ലേ ചെയ്യുക. എന്നാൽ കർബ് ലേ ചെയ്യേണ്ടത് അണ്ടർ വാട്ടറിലാണ്. അവിടുത്തെ ഡെപ്ത് ഓഫ് വാട്ടർ 5 മീറ്ററിനേക്കാൾ കൂടുതലുമാണെങ്കിൽ നമ്മൾ ഒരു കോഫർ ഡാം കൺസ്ട്രക്ട് ചെയ്യേണ്ടതുണ്ട്. കോഫർ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് അധികമായിട്ടുള്ള ആ പ്ലേസിലെ വെള്ളത്തെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കോഫർ ഡാമിലെ വെള്ളം നമുക്ക് പമ്പ് ചെയ്ത് കളയാവുന്നതാണ്. If depth of water exceeds 5 meter, then it is very difficult to construct well curb in site. Then we have to construct well curb at the dry ground, then it can be floated. Depth of water 5 മീറ്ററിലും കൂടുതലാണെങ്കിൽ വെൽ കർബ് സൈറ്റിൽ വെച്ച് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഡ്രൈ ഗ്രൗണ്ടിൽ വെച്ച് കൺസ്ട്രക്ട് ചെയ്ത് സൈറ്റിലോട്ട് ഫ്ലോട്ട് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് ആൻ ഇമേജ് ഓഫ് സാൻഡ് ഐലൻഡ്. സെക്കൻഡ് സ്റ്റെപ്പ്, കൺസ്ട്രക്ഷൻ ഓഫ് വെൽ സ്റ്റീനിങ്. Well steening should be constructed in short heights of 1 or 1.5 meter initially and then 3 meter after a 6 meter grip length is achieved. Well steening നമ്മൾ ഓൾറെഡി വെൽ ഫൗണ്ടേഷന്റെ കമ്പോണന്റ് പാർട്സ് ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ വെൽ ഫൗണ്ടേഷന്റെ വാളായിട്ട് അല്ലെങ്കിൽ ഓവറോൾ ബോഡി ആയിട്ട് വരുന്ന പാർട്ടാണ് വെൽ സ്റ്റീനിങ്. വെൽ സ്റ്റീനിങ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് 1 അല്ലെങ്കിൽ 1.5 മീറ്റർ ഈ ഒരു ലെങ്ത് വെച്ചാണ്. ഓക്കെ, when we are constructing well steening, verticality should be maintained. In order to check verticality, we can use plumb bob and straight edges, preferably by angle iron. നമുക്ക് വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലം ബോബും ആംഗിൾ അയണും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഷോർട്ട് ഹൈറ്റ്സിൽ കൺസ്ട്രക്ട് ചെയ്തു പോകുന്നത്. വെൽ സ്റ്റീനിങ് വെർട്ടിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡാമേജ്ഡ് പോർഷൻ ഓഫ് ദി സ്റ്റീനിങ് ഷുഡ് ബി റിപ്പയർഡ് ബിഫോർ ഗോയിങ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ് കൺസ്ട്രക്ഷൻ. നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വെൽ സ്റ്റീനിങ്ങിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് തീർത്തതിന് ശേഷം മാത്രമാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇറ്റ് ഷുഡ് ബി ക്യൂവേർഡ് ഫോർ അറ്റ്ലീസ്റ്റ് 48 hours ബിഫോർ ലോഡിംഗ് ഓർ സിങ്കിങ് ഓപ്പറേഷൻ. സ്റ്റീനിങ് നമ്മൾ ചുരുങ്ങിയത് 48 hour എങ്കിലും ക്യൂവർ ചെയ്യാൻ വെക്കണം. എന്നിട്ട് മാത്രമാണ് ലോഡ് ചെയ്യാനും സിങ്കിങ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യാനും പറ്റുകയുള്ളൂ. വെൽ സ്റ്റീനിങ്ങിനെ നമുക്ക് റിക്വയർഡ് ഡെപ്തിലോട്ട് താഴ്ത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് വേണമെങ്കിൽ നമുക്ക് ലോഡ് ചെയ്യണം അല്ലേ? അതുപോലെ നമുക്ക് ഉള്ളിലുള്ള സോയിൽ മെറ്റീരിയലിലേക്ക് എക്സ്കവേറ്റ് ചെയ്യണം. അതിനുവേണ്ടി സിങ്കിങ് ഓപ്പറേഷനും ചെയ്യണം. അപ്പം ഈ 2 സ്റ്റെപ്പൊക്കെ നമുക്ക് ശരിയായ രീതിയിലുള്ള ക്യൂവറിങ്ങിന് ശേഷമേ നടത്താൻ കഴിയുകയുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ്, സിങ്കിങ് ഓപ്പറേഷൻ. Excavate the material inside the well curb mechanically or manually. വെൽ കർബിന്റെ ഉള്ളിലുള്ള സോയിലിനെ നമുക്ക് എക്സ്കവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാനുവലി ചെയ്യാം, അതുപോലെ മെക്കാനിക്കലിയും ചെയ്യാവുന്നതാണ്. We should take care to allow the well to remain vertical. സോയിൽ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ വെല്ലിന്റെ വെർട്ടിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. Up to a depth of 1 meter, excavation underwater can be made manually. If
water depth exceeds 1 meter, we can use equipments like jams or grabs. 1 മീറ്റർ വരെയുള്ള വാട്ടർ ഡെപ്തിൽ നമുക്ക് ഈസി ആയിട്ട് മാനുവലി ആയിട്ട് തന്നെ എക്സ്കവേറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ 1 മീറ്ററിനേക്കാൾ കൂടുതൽ വാട്ടർ ഡെപ്ത് വരുമ്പോൾ നമുക്ക് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ജാംസും ഗ്രാബ്സും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. When well goes on sinking, skin friction increases. The weight of the well decreases due to increased buoyancy. സിങ്കിങ് നടന്നുകൊണ്ടിരിക്കെ സ്കിൻ ഫ്രിക്ഷന് കൂടുകയും നമ്മുടെ വെല്ലിന്റെ വെയിറ്റ് കുറയുകയും ചെയ്യുന്നു. വെല്ലിന്റെ വെയിറ്റ് കുറയാനുള്ള കാരണം ബോയൻസി കൂടും. മുകളിലോട്ടുള്ള ഫോഴ്സ് കൂടുക വഴിയാണ് വെല്ലിന്റെ വെയിറ്റ് കുറയുന്നത്. വെല്ല് ശരിയായ രീതിയിൽ സിങ്ക് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് കെൻഡൽജ് യൂസ് ചെയ്ത് സിങ്ക് ചെയ്യിക്കാവുന്നതാണ്. It is an image of loading steining by Kendalls. Go on adding sections of steining and material from inside is dragged out. Then the procedure is repeated up to the required depth is reached. നമ്മൾ സ്റ്റീനിങ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനനുസരിച്ച് ഉള്ളിലുള്ള മെറ്റീരിയൽസ് ഡ്രാഗ് ഔട്ട് ചെയ്യുകയും ചെയ്യുക നമ്മുടെ റിക്വയർഡ് ഡെപ്ത് എത്തുന്നത് വരെ. Then what are the steps after sinking? Outer surface of the steining should be plastered so as to minimize the frictional resistance. After completing well sinking in all aspects, lower portion is plugged with about 3 meter is plugged with cement concrete and middle portion is plugged with sand and gravel and top portion is plugged also with cement concrete. നമ്മൾ സിങ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ 3 മീറ്ററോളം പോർഷന് സിമെന്റ് കോൺക്രീറ്റ് കൊണ്ട് പ്ലഗ് ചെയ്യണം. മിഡിൽ പോർഷന് ഫില്ലിങ് കൊണ്ട്, അതായത് സാൻഡ് ഗ്രാവൽ കൊണ്ട്, സാൻഡിന്റെയും ഗ്രാവലിന്റെയും ഒരു മിക്സ്ചർ കൊണ്ട്. ഓക്കെ, ടോപ്പ് പോർഷനും സിമെന്റ് കോൺക്രീറ്റ് കൊണ്ട് പ്ലഗ് ചെയ്യണം. ബോട്ടം പോർഷൻ ഈസ് നോൺ ആസ് ബോട്ടം പ്ലഗ്, middle portion is known as sand filling and top portion is known as top plug. Over top plug we are constructing RCC well cap. The level of RCC well cap should be below the bed level of river. റിവറിന്റെ ബെഡ് ലെവലിന് താഴെ ആയിരിക്കണം നമ്മുടെ RCC well capന്റെ ലെവൽ. Okay, then over the RCC well cap we are constructing സൂപ്പർ സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജ് പിയർ. നമ്മൾ ഈ RCC വെൽ ക്യാപ്പിന്റെ മുകളിലാണ് ബ്രിഡ്ജ് പിയറിന്റെ സൂപ്പർ സ്ട്രക്ചർ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ വെൽ സിങ്കിങ് പ്രോസസ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, താങ്ക് യു.